കണ്ണൂർ പേരാവൂരിൽ അമ്മയെ മകൻ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അയൽവാസിയുടെ നിർണായകമായ വെളിപ്പെടുത്തൽ. പിതാവിനെയും കൊലപ്പെടുത്തണമെന്ന് പ്രതി ക്രിസ്റ്റി പറഞ്ഞതായി അയൽവാസി നിപുൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടുമോ എന്ന് ക്രിസ്റ്റി ചോദിച്ചതായും അയൽവാസി പറയുന്നു. ഇവനാണെങ്കിൽ ഇവന്റെ അച്ഛനെയും കൊല്ലണമെന്ന് പറഞ്ഞ ഭയങ്കര പ്രശ്നം. അവിടെ ആ പാടെ ഒരു വെല്ലുവിളിച്ച് മാത്രമേ ഉണ്ടായിരുന്നു. വെല്ലുവിളിച്ച് ചേച്ചി ഇവന് മാത്രമേ ഉള്ളൂ. അവസാനം ഇവന് അച്ഛനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. വണ്ടി എടുക്കാൻ സമ്മതിക്കില്ല, അങ്ങനെ ഇങ്ങനെ ഭയങ്കര പ്രശ്നം. അവസാനം ഇവനെ സമാധാനിപ്പിച്ച് ഞാൻ താഴെയുള്ള കടയിൽ കൊണ്ടുവരുത്തി. അത് കഴിഞ്ഞാൽ ഇവൻ്റെ അടുത്ത് ഞങ്ങൾ സ്കൂട്ടി എടുത്ത് കടേൻ്റെ അവിടെ പോയിട്ട് ഞങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവനോട് ഞാൻ ചോദിച്ചു നമുക്ക് സ്റ്റേഷനിൽ പോകാടാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവന് ആളെ കൂളായിട്ട് സംസാരിക്കുന്നത്. കാരണം കുറ്റബോധം അങ്ങനത്തെ യാതൊന്നുമില്ല. വളരെ കൂളായിട്ട് ഇവൻ സംസാരിക്കുന്നത്, യാതൊരു പ്രശ്നമില്ല. ഒരു ഇങ്ങനെ ഭയങ്കര ടെററായിട്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കുന്നേ ഇല്ല. അത് കഴിഞ്ഞാകുമ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ നേരെ ചേട്ടനെ കൊണ്ടുവിടുമെന്ന് വെച്ചു. അത് ചേട്ടായി തന്നെ വിളിക്കുന്നതന്നെ. അത്രയും ഇതായിട്ടാണ് സംസാരിക്കുന്നത്. ഗോകുൽ കെ വേണുഗോപാലാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, ഈ പറഞ്ഞ പോലെ കുറ്റബോധം ഉണ്ടാകണമെങ്കിൽ മിനിമം ബോധം വേണം. ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് അത് ഉണ്ടാകാനുള്ളൊരു സാധ്യത കുറവാണ്. പക്ഷേ ഈ മാതാപിതാക്കളോട് ഇത്രയും വൈരാഗ്യം തോന്നാൻ എന്താണ് കാരണം? അയൽവാസിയോടും അപ്പോൾ സംസാരിക്കുന്നത് അല്പം മര്യാദയോടാണെന്ന് പറയുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, ഹാഷ്മി, അതുതന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് കേളകം താന്നിക്കുന്നിലെ ഗീതമ്മയെ മകൻ ക്രിസ്റ്റി വീടിനകത്ത് വെച്ച് കിടപ്പുമുറിയിൽ വെച്ച് തന്നെ കത്തികൊണ്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നത്. ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് അയൽവാസിയായിട്ടുള്ള നിപുൺ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. നിപുൺ വരുന്ന സമയത്ത് ആ വീട്ടിൽ ഗീതമ്മയുടെ സഹോദരന്മാരായ 2 പേരുമുണ്ട്. അവർക്ക് നേരെയും ക്രിസ്റ്റി തിരിഞ്ഞു നിൽക്കുന്നു. അവർക്ക് നേരെ അക്രമം നടത്തുന്നതിനിടയിലാണ് നിപുൺ അവിടേക്ക് എത്തുന്നത്. പിന്നീട് ആക്രമത്തിൽ നിന്ന് ക്രിസ്റ്റിയെ പിന്തിരിപ്പിച്ചുകൊണ്ട് വീടിന് താഴെയുള്ളൊരു കടയിലെടുത്തേക്ക് എത്തിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. ആ സമയത്താണ് അമ്മയെ മാത്രമല്ല അച്ഛനെ കൊല്ലണം എന്ന ഒരു കാര്യം ഈ ക്രിസ്റ്റി പങ്കുവെക്കുന്നത്. അച്ഛൻ തങ്കച്ചൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. തന്നെ ഈ നിലയിലാക്കിയത് ഇവരാണ് എന്നും അതിനാലാണ് തനിക്ക് ഇവരെ കൊല്ലാനുള്ള വൈരാഗ്യമുള്ളത് എന്നുമാണ് ക്രിസ്റ്റി നിപുണോട് പങ്കുവെക്കുന്നത്. പിന്നീട് ഈ നിപുണാണ് ക്രിസ്റ്റിയോട് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ സ്റ്റേഷനിൽ കൊണ്ടാക്കുമോ എന്ന് ക്രിസ്റ്റി ആവശ്യപ്പെടുകയും പിന്നീട് നിപുണിൻ്റെ ബൈക്കിൽ കയറിയതിനു ശേഷം കേളകം പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയും ചെയ്തിട്ടുള്ളത്. എന്താണ് ഇത്തരത്തിലുള്ള പ്രകോപനം അല്ലെങ്കിൽ ഈ വൈരാഗ്യം തോന്നാനുള്ള കാരണം എന്നതിനെ പറ്റി വിവരങ്ങൾ ലഭ്യമല്ല. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. നേരത്തെ ബാംഗ്ലൂരിൽ BCA വിദ്യാർത്ഥിയായിരുന്ന ഈ ക്രിസ്റ്റി ആ BCA പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച ശേഷം നാട്ടിൽ എത്തി നിൽക്കുകയാണ്. ഈ ക്രിസ്റ്റി ലഹരിക്കടിമയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുമുണ്ട്. ഈ വിഷയത്തിൽ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.